നമസ്കാരം, എല്ലാവർക്കും വീക്കെൻഡ് വോയിസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ കുക്ക് ചെയ്തല്ല, വീക്കെൻഡിൽ ഞങ്ങളൊരു വില്ലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ വില്ലയിലെ ചേട്ടന്മാരെല്ലാം കൂടി ഒരു പ്രിപ്പയർ ചെയ്ത ഒരു വ്യത്യസ്തമാർന്നൊരു ഡിഷാണ് ഇത് നിങ്ങളുടെ മുന്നിൽ ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ സുർബിയാൻ എന്നാണ് പേര്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഒട്ടും എണ്ണയൊന്നും ചേരുന്നില്ല. അപ്പോൾ ഞാൻ ഏതായാലും വീഡിയോ എടുത്തിട്ടുണ്ട്, എല്ലാവരും കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ സുർബിയാനിലേക്ക് ആവശ്യമായ സവാളയാണ് ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചധികം പച്ചമുളകും എടുത്ത് വയ്ക്കുന്നുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കിഴങ്ങും 2 പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ കൂസയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ സുർബിയാനിലേക്ക് ആവശ്യമായ ചിക്കനിലേക്ക് ടൂത്ത് പിക്ക് വെച്ച് കുത്തിട്ട് കൊടുക്കുകയാണ്. അത് ചിക്കനിലേക്ക് മസാല പിടിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ക്യാപ്സിക്കവും നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചിക്കൻ്റെ സ്റ്റോക്കാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചിക്കനും എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ചിക്കൻ്റെ സ്റ്റോക്ക് എന്നിവയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ആ കിഴങ്ങും കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നേരെ എടുത്ത് സ്റ്റൗവിലേക്ക് വയ്ക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട, ചിക്കനിലെ വെള്ളം അതിലേക്ക് ഇറങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ അത് സ്റ്റൗവിലിരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചോറ് വയ്ക്കാനായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, ചോറിന് ആവശ്യമായ ഉപ്പ് എന്നിവ ഇട്ട് ഒന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പുറത്ത് നമ്മുടെ ചിക്കൻ വേവുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം ഒട്ടും തന്നെ ഒഴിക്കണ്ട. ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ ചൂടായി വരുന്നുണ്ട്. നമ്മൾ അരി നേരത്തെ ഇവിടെ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ അരി ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് കഴിഞ്ഞു. ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച കൂസ, അരിഞ്ഞിട്ടില്ല, മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ആ കൂസ അതിൻ്റെ മണ്ടേ തന്നെ ഇടുകയാണ്, വേവിക്കണ്ട. ഇനി അതിൻ്റെ പുറത്തേക്കാണ് നമ്മുടെ ചോറ് വേവുമ്പോൾ സെറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. ചോറ് ഒരുപാട് വെന്ത് പോവാതെ ശ്രദ്ധിക്കണം. ഇതിനി ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു പരുവത്തിന് വേവിലെടുത്തതിന് ശേഷം ദം ചെയ്യുമ്പോൾ കറക്റ്റ് വേവായി കിട്ടും. ഇനി നമ്മൾ ചോറ് അതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മണ്ടയിലായിട്ട് കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ദം ചെയ്യുമ്പോൾ ആ പച്ചമുളകൊക്കെ നന്നായി കുക്കായി അതിൻ്റെ ഒരു ഫ്ലേവർ ഈ ചോറിലൊക്കെ നല്ലതുപോലെ ഇറങ്ങി ചെല്ലും. വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ചോറ് സെറ്റ് ചെയ്തു. അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചിരട്ട മുറിയിൽ ഫോയിൽ ചുറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചിരട്ട മുറി ഒന്ന് തീ കത്തിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിരട്ട മുറിയൊക്കെ നന്നായി കത്തി അതിലേക്ക് കുറച്ച് ഓയിലൂടെ ഒഴിക്കുമ്പോൾ നന്നായിട്ട് സ്മോക്കാവും. അപ്പോൾ ഈ സ്മോക്കിൻ്റെ ഒരു ഫ്ലേവറാണ് ചിക്കൻ സുർബിയാൻ്റെ ഒരു പ്രധാന ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിരട്ടമുറിയൊക്കെ കത്തി നല്ലപോലെ സ്മോക്കായതിനു ശേഷം ഒരു ഫോയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സുർബിയാനൊക്കെ നല്ലതുപോലെ ദമ്മായി. ഇനി നമുക്ക് ദമ്മ് പൊട്ടിച്ചെടുക്കാം.
ദമ്മ് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഈ ചിക്കൻ സുർബിയാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓയിലി ഒന്നും ഒട്ടുമല്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒട്ടും തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം കഴിക്കാൻ പറ്റും. എണ്ണയോ നെയ്യോ ഒന്നും ഒഴിക്കുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് മസാലകളും ചേർത്ത് കൊടുക്കുന്നില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ചോറ് ഏറ്റവും മുകളിലായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ചോറ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഏറ്റവും അടിയിലാണ് ചിക്കനൊക്കെ ഉള്ളത്. ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ അകത്തിട്ട കൂസയും കിഴങ്ങും ഒക്കെ മാറ്റി വെക്കുകയാണ്. ഇത് പ്രത്യേക രീതിയിലാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചിക്കനും ചോറും ഒരു കൂസയും ഒരു പീസ് കിഴങ്ങും ഒക്കെ കൂടെയാണ് നമ്മളിത് എടുക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ, പിന്നെ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഫ്ലേവറൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്.